ഞാൻ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് യു എയിൽ പോവാറുണ്ട്. ആ സമയത്ത് ഒരുപാട് പ്രവാസികളെ കാണാറുണ്ട്. അവരോട് ഞാൻ ഒരുപാട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇവരിൽ നിന്നെല്ലാം നമുക്ക് കിട്ടിയിട്ടുള്ള അവരുടെ ഫേസിൽ നിന്ന് വായിച്ചെടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വീടായി, മക്കളെ കല്യാണം കഴിഞ്ഞ് ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞു. പക്ഷേ ലൈഫ് സ്പോയിലായി എന്നൊരു ഫീല് പല ആൾക്കാരിലും കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഭാര്യയും ഭർത്താവും രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു 6 മാസം കൂടുമ്പം ഭർത്താവ് ഒന്ന് ഭാര്യനെ വന്ന് കണ്ട് മക്കളെയും കണ്ട് ഒരു മാസം അവരുടെ കൂടെ നിന്ന് പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ ചിന്തിച്ചാലാണ് നമുക്ക് അതിനുള്ള തൗഫീക്ക് പടച്ചോൻ തരാം, നമുക്ക് പരിശ്രമിക്കാൻ പറ്റുള്ളൂ. ഇതൊരു ചിന്തയില്ലാതെ നിൽക്കരുത്. ഇനി 6 മാസം കൊണ്ട് പറ്റില്ലേ, ഒരു വർഷത്തിനിടയ്ക്ക് എന്തായാലും ഒരു 2 മാസം വന്ന് മക്കളെയും ഭാര്യൻ്റെ അടുത്ത് നിന്നിട്ട് പോകണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. അല്ലാതെ ഈ 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞ് വരുന്ന ആ രീതിയൊക്കെ ഒന്ന് മാറ്റണം. അത് നിർബന്ധമായി നമ്മൾ മാറ്റിയെടുക്കേണ്ട ഒരു സാധനമാണ്. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നും, ഫിനാൻഷ്യൽ കണ്ടീഷൻ അങ്ങനെ ഇതിനൊക്കെ നിങ്ങൾ പറയും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ കുറേ മാമൂലുകൾ ഒഴിവാക്കിയാൽ തന്നെ മതി. അത്യാവശ്യത്തിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ കൊടുക്കാം. കുറേ മാമൂലുകളുണ്ട്. അനാവശ്യമായിട്ട് കുറേ കുടുംബത്തിലുള്ള ഗൾഫിലുള്ള ആൾക്കാർക്ക് എനിക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. അവിടെ കൊടുക്കാൻ പൈസ, ഇവിടെ കൊടുക്കാൻ പൈസ, ആ കുടിരിക്കലിന് ഈ കുടിരിക്കലിന്, ആ പരിപാടിക്ക് ഈ പരിപാടിക്ക്, ആങ്ങൾക്ക് പെങ്ങൾക്ക് അവർക്ക് ഇവർക്ക് മുത്തമ്മ ഇളാമ നാത്തൂന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവരുത്. കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു, ആവശ്യത്തിന്. നിങ്ങളുടെ ഭാര്യയും മക്കളെയും സേഫാക്കി കൊണ്ടുവേണം കൊണ്ടുപോകാം. അപ്പം ഭാര്യനെയും മക്കളെയും ഒന്ന് 6 മാസം കൂടുമ്പോൾ കാണണമെന്നൊരു നീയത്തിൽ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള തൗഫീക്ക് നിങ്ങൾക്ക് കിട്ടും. എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമൊക്കെ വരും, പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ നമ്മളിത് നഷ്ടപ്പെടുത്തി മുന്നോട്ട് പോയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈഫ് കൊണ്ടുപോകുന്നത്? അപ്പോൾ അതിനൊന്ന് ചിന്തിക്കുക.